കഥാലോകത്തിലേക്ക് സ്വാഗതം. വിവരസാങ്കേതികവിദ്യ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. അമ്പരപ്പോടെയും ഒരു പരിധിവരെ ആശങ്കയോടും കൂടി മാത്രമേ നമുക്കിതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. യന്ത്രങ്ങളുടെ അമിതമായ കടന്നുകയറ്റം പലപ്പോഴും നമ്മിൽ ഭീതി പരത്താറുമുണ്ട്. തൻ്റെ സ്വത്വത്തെക്കുറിച്ച് തന്നെ സംശയം തോന്നുന്ന സന്തോഷ് കുമാറാണ് ഈ കഥയിലെ കഥാപാത്രം. നിർമ്മിത ബുദ്ധിയുടെ ഈ ലോകത്ത് നാം നമ്മെ തന്നെ തെളിയിക്കേണ്ടി വരുന്ന അവസ്ഥയെ ഏറ്റവും ആക്ഷേപഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി തൻ്റെ കഥയിലൂടെ. നിർമ്മിത ബുദ്ധി എന്നാണ് കഥയുടെ പേര്. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. നിർമ്മിത ബുദ്ധി. ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി. വലിയൊരു തയ്യാറെടുപ്പാണ് ഞാൻ ആ സെമിനാറിന് വേണ്ടി എടുത്തത്. പ്രശസ്ത കോളേജിൽ നടക്കുന്ന സെമിനാറായിരുന്നു അത്. നഗരത്തിലെ പേരുകേട്ട അധ്യാപകർ പഠിപ്പിക്കുന്ന ആ കോളേജിൽ ആദ്യം പഠിക്കാനും പിന്നെ പഠിപ്പിക്കാനും ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ നിർഭാഗ്യം രണ്ടിനും എനിക്ക് അവസരം നൽകിയില്ല. ഇപ്പോഴിതാ ആ കോളേജിൽ സെമിനാർ അവതരിപ്പിക്കാൻ ഭാരവാഹികൾ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. നിർമ്മിത ബുദ്ധിയും സാഹിത്യവും എന്ന വിഷയത്തെക്കുറിച്ച് സാറ് തന്നെ സംസാരിക്കണമെന്ന് കോളേജിൽ എല്ലാവർക്കും നിർബന്ധം. അതുകൊണ്ട് ഒരൊഴിവ് കഴിവും പറയാതെ സാറു വരണം എന്നവർ നിർബന്ധം പിടിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനമില്ലെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആ നിർബന്ധം. സാർ അവിടെ നിന്ന് ഒരു വാഹനമെടുത്ത് വന്നാൽ മതി, പേയ്മെൻ്റൊക്കെ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്നൊക്കെ അവർ വലിയ വിനയത്തോടെയാണ് പറഞ്ഞത്. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവിടെ എത്താമെന്ന് സമ്മതിച്ചു. നിർമ്മിത ബുദ്ധി അടുത്ത കാലത്തായി പൊതുചർച്ചയിൽ ധാരാളമായി ഉയർന്നു വരാൻ തുടങ്ങിയ ഒരു വിഷയമാണല്ലോ. ഏതായാലും വിഷയം ആഴത്തിൽ പഠിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അതിനെക്കുറിച്ച് ജേണലുകളിൽ വന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചു. അതിനു പുറമെ ഗൂഗിൾ സെർച്ച് നടത്തി, ChatGPTയും ഉപയോഗിച്ചു. ഒടുവിൽ വിഷയസംബന്ധിയായ സാമാന്യം ഭേദപ്പെട്ട ഒരു ആശയരൂപം എനിക്ക് കിട്ടി. വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് തന്നെ ആത്മവിശ്വാസമായി. ഇതത്ര മോശമല്ല. ഞാൻ എൻ്റെ സ്ഥിരം സാരഥി ജോസഫിനെ തന്നെ വിളിച്ചു. എവിടെ പോകുമ്പോഴും ഞാൻ അയാളെ തന്നെയാണ് വിളിക്കാറ്. അയാൾക്ക് സൗകര്യമില്ലെങ്കിലേ മറ്റുള്ളവരെ നോക്കാറുള്ളൂ. ജനുവരി 1 നഗരത്തിലെ കോളേജിൽ ഒരു പരിപാടിയുണ്ട്, അന്ന് വേറെ തിരക്കൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അന്ന് ഫ്രീ ആണ്, ഞാൻ വരാം എന്ന് മറുപടി കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അയാളാണെങ്കിൽ ധൈര്യമായി പോവാം, പറഞ്ഞ സമയത്ത് വരും, വണ്ടി പറപ്പിക്കില്ല, മര്യാദ വേഗത്തിലേ പോകുകയുള്ളൂ. അതിനും പുറമെ നല്ലൊരു വായനക്കാരനുമാണ്. അതുകൊണ്ട് യാത്രയിൽ ഇഷ്ടവിഷയവും സംസാരിച്ചു പോവാം, തീരെ ബോറടിക്കാതെ തന്നെ. പരിപാടിയെക്കുറിച്ച് പലവട്ടം സംഘാടകർ ഓർമ്മിപ്പിക്കുകയുണ്ടായി. സാറിൻ്റെ പ്രസംഗത്തെ ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സാർ ഒരു കാര്യം ഏറ്റെടുത്താൽ കൃത്യസമയത്ത് എത്തുമെന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ എന്നിങ്ങനെയുള്ള മധുര വർത്തമാനങ്ങൾ എനിക്ക് സന്തോഷം തരികയും ചെയ്തു. സാധാരണ ഒരുപാട് പ്രസംഗങ്ങൾക്ക് പോവാറുണ്ടെങ്കിലും വല്ലാത്തൊരു നെർവസ്നെസ് ഇപ്രാവശ്യം എന്നെ പിടികൂടി. കാരണം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥാപനം എന്നെ അവരുടെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പുകൾക്കൊന്നും നിൽക്കാതെ അപ്പോൾ മനസ്സിൽ തോന്നുന്നത് പോലെ സംസാരിക്കുന്ന പതിവ് ഇക്കുറി മാറ്റി. വിഷയമാണെങ്കിൽ ഏറെ പുതുമയുള്ളതുമാണ്. 1-ാം തീയതി കൃത്യസമയത്ത് തന്നെ ജോസഫ് എത്തി. ഞാൻ പുറപ്പെട്ടൊരുങ്ങി. പോകുമ്പോൾ നിർമ്മല ചോദിച്ചു, വല്ലാതെ വൈകില്ലല്ലോ? ഇല്ല, ഞാൻ പറഞ്ഞു. സെമിനാർ ആയതുകൊണ്ടെല്ലാം കൃത്യസമയത്ത് തന്നെ നടക്കുമായിരിക്കും. യാത്ര അയക്കാൻ മക്കൾ സരോജും നിഷയും വന്നിരുന്നു. ഇനി മെമൻറ്റോ ഒന്നും തന്നാൽ വാങ്ങണ്ട കേട്ടോ, പുതുതായി മുറി പണിയേണ്ടി വരും, വീട്ടിലിപ്പോൾ തീരെ സ്ഥലമില്ലാതായിരിക്കുന്നു, മകൻ തമാശയായി സൂചിപ്പിച്ചു. ഇത്ര തയ്യാറെടുപ്പോടെ ആദ്യമായിട്ടാണ് ഒരു പ്രസംഗത്തിന് പോകുന്നത്. വഴിയിലോ ചുറ്റുപാടിലോ വീണ് കിട്ടുന്ന വിഷയത്തിൽ നിന്ന് അങ്ങ് തുടങ്ങും, അതാണ് പതിവ്. എന്നാൽ ഇത് എന്തൊക്കെയോ സ്ഥാപിക്കാനുള്ള അവസരമാണെന്ന് ഉള്ളിൽ തോന്നിയിരുന്നോ? എന്നാൽ ഇന്ന് സംഘാടകർ ഇതുവരെ വിളിക്കാഞ്ഞത് എന്നെ തെല്ല് അത്ഭുതപ്പെടുത്താതിരുന്നില്ല. സാധാരണ പ്രസംഗിക്കാൻ വിളിക്കുന്നവരൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ വിളിക്കാറ് പതിവുണ്ട്. അതുണ്ടായില്ല. ഒരുപക്ഷെ അന്ന് ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് വീണ്ടും വിളിക്കേണ്ട എന്ന് കരുതി കാണും. അല്ലെങ്കിൽ തിരക്കിനിടയിൽ വിട്ടുപോയതാവാനും വഴിയുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ സ്വയം സമാധാനങ്ങൾ കണ്ടെത്തി. വഴിയിൽ അത്രയും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. സാധാരണ പരിപാടി സ്ഥലത്ത് അരമണിക്കൂർ മുമ്പ് എത്തുകയായിരുന്നു എൻ്റെ പതിവ്. എന്നാൽ ഇന്ന് വൈകുമെന്ന് തോന്നുന്നു. ഞാൻ ട്രാഫിക് ജാമിന് കാരണക്കാരായ വാഹനങ്ങളെയും ഡ്രൈവർമാരെയും അത് നിയന്ത്രിക്കുന്ന പോലീസുകാരെയും ഒക്കെ മനസ്സിൽ ശപിക്കാതിരുന്നില്ല. ജോസഫ് ചെറിയൊരു കുറ്റബോധത്തോടെ പലതവണ എന്നെ നോക്കുന്നുണ്ടായിരുന്നു.
ഇതറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പോരാമായിരുന്നു. വൈകിയതിൻ്റെ ഒരു ജാള്യത ജോസഫിൻ്റെ മുഖത്തുണ്ട്. സാരമില്ല, ഇപ്പോൾ പരിപാടി കൃത്യസമയത്ത് തുടങ്ങുന്നത് ആരാണ്? അരമണിക്കൂറെങ്കിലും വൈകാതിരിക്കില്ല. സമയമായാൽ തീർച്ചയായും വിളിക്കാതിരിക്കില്ല. ഞാനല്ലേ പ്രധാന പ്രാസംഗികൻ. ഞാനെത്താതെ യോഗം തുടങ്ങാൻ പറ്റില്ലല്ലോ. എൻ്റെ ചിരി അയാൾക്ക് തെല്ല് സമാധാനം നൽകി എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ പ്രസംഗ വിഷയത്തെക്കുറിച്ച് അവനുമായി സംസാരിച്ചു. അവനും അതിനെക്കുറിച്ച് ചില ധാരണകളൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞു, ഉപ്പോളമാവില്ലല്ലോ ഉപ്പിലിട്ടത്, പകരക്കാരൻ തന്നെ. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, നാളെ ChatGPT പറഞ്ഞാൽ എൻ്റെ കഥകളും പ്രസംഗങ്ങളും തയ്യാറാക്കുന്നതിനെക്കുറിച്ച്. ഡ്രൈവറുടെ അഭിപ്രായത്തിൽ ഒറിജിനലോളം വരില്ല കൃത്രിമ സാധനം. എങ്കിലും വരാനിരിക്കുന്ന വെല്ലുവിളികൾ മുറിച്ചു കടക്കുക അത്ര എളുപ്പമാവില്ല. ഞാൻ പറഞ്ഞു, ശാസ്ത്രത്തിൻ്റെ മഹിമയെ അത്ര ചെറുതാക്കണ്ട. നാളെ മനുഷ്യനു പകരം അവനെപ്പോലെയുള്ള മറ്റൊരാളെ സൃഷ്ടിക്കാനാവില്ല എന്ന് പറയാനാവില്ല. അത് പറഞ്ഞ് ഞാൻ ചിരിച്ചു, ഒപ്പം ജോസഫും. സമ്മേളന സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രസംഗം കേട്ടു തുടങ്ങിയിരുന്നു. വൈകിയത് എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റു തന്നെയാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ പരിപാടി തുടങ്ങിയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മനംമടുപ്പോടെ സ്റ്റേജിലെ പ്രസംഗം ശ്രദ്ധിച്ചു. പ്രാസംഗികൻ സംസാരിക്കുന്നത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് തന്നെ. ഒരുപക്ഷേ സംഘാടകരിൽ ആരെങ്കിലും ആവാൻ മതി. ഞാൻ വരുന്നതുവരെ സദസ്സിനെ മുഷിപ്പിക്കരുതല്ലോ. നല്ല പരിചയമുള്ള ശബ്ദം. സമയമായിട്ടും തന്നെ വിളിക്കാത്തതിലുള്ള രോഷത്തോടെ ഞാൻ കാറിൽ നിന്നിറങ്ങി. സംഘാടകരെ ആരെയും കാണുന്നില്ല. എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് ക്ഷണിക്കാൻ വന്നപ്പോഴുള്ള ആദരം എത്ര വലുതായിരുന്നു. ഞാൻ സ്റ്റേജിനടുത്തേക്ക് നടന്നു. ജോസഫ് കാർ പാർക്ക് ചെയ്യാൻ പോയിരുന്നു. ആരും എന്നെ കണ്ടിട്ടും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് കലി കയറി. എന്തൊരു തരം അപമാനം! അപ്പോൾ സംഘാടകരെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവരെ പൊടിയാക്കുമായിരുന്നു. ഞാൻ സ്റ്റേജിനടുത്തെത്തിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അവിടെ അതാ എൻ്റെ ഒരു അപരൻ നിൽക്കുന്നു. അയാൾ പ്രസംഗിച്ച് തകർക്കുകയാണ്. പ്രസംഗിക്കുന്ന ശബ്ദവും എൻ്റേത് തന്നെ. അതാവാം ശബ്ദം എനിക്ക് പരിചിതമായി തോന്നിയത്. ആരോ സംഘാടകരെ തെറ്റിദ്ധരിപ്പിച്ച് ഞാനായി പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഞാൻ സംഘാടകരെ തിരഞ്ഞു കണ്ടുപിടിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്നെ തന്നെയല്ലേ പ്രസംഗത്തിന് ക്ഷണിച്ചത്? നിങ്ങളെയോ? അവർ വല്ലാത്തൊരു ചിരി ചിരിച്ചു. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അതോ മദ്യപിച്ച് യോഗം കലക്കാൻ വന്നതാണോ? ഞങ്ങൾ ക്ഷണിച്ചത് സന്തോഷ് കുമാർ സാറിനെയാണ്. അദ്ദേഹം തന്നെയല്ലേ അവിടെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് കണ്ണ് കാണില്ലേ? നിങ്ങൾ എന്നെയൊന്ന് നോക്കൂ. അപ്പോൾ തെറ്റ് പറ്റിയത് ആർക്കാണെന്ന് മനസ്സിലാവും. അപ്പോൾ മാത്രമാണ് അവർ എന്നെ ശ്രദ്ധിച്ചത്. ശരിയാണല്ലോ, നിങ്ങൾക്ക് തമ്മിൽ നല്ല ഛായയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അയാളാവില്ലല്ലോ. നിങ്ങൾ പരിപാടി കലക്കാൻ വേണ്ടി വേഷം കെട്ടി വന്നിരിക്കുകയാണോ? ഉടനെ സ്ഥലം വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. എനിക്കാകെ കലി കയറിയതുപോലെയായി. സ്വയം തെളിയിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മാനസിക നില തെറ്റിയതുപോലെയായി. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ നേരെ സ്റ്റേജിൽ കയറി അവരനെ വലിച്ചിറക്കാൻ ശ്രമിച്ചു. സംഘാടകർ എനിക്ക് നേരെ തിരിഞ്ഞു. താൻ എന്താണ് ഈ കാണിക്കുന്നത്? അവർ ഞാനാണ് യോഗം കലക്കുന്നത് എന്ന മട്ടിൽ അധികൃതർ എന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ തടുക്കുന്നത്? ഞാനാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കേണ്ടത്. പക്ഷെ നിങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കി ഈ അപരൻ എനിക്ക് പകരം സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നു. ശരിക്കുള്ള എന്നെ കണ്ടിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾ കോളേജിൽ പരിപാടി നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആരെയാണ് ഞങ്ങൾ വിളിച്ചത് എന്ന ബോധം ശരിക്കും ഞങ്ങൾക്കുണ്ട്. നിങ്ങളെപ്പോലെ മാന്യനായ ഒരു മനുഷ്യൻ വന്ന് ഇത് കലക്കാൻ ശ്രമിക്കുന്നത് ആദ്യമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർക്ക് യഥാർത്ഥ എന്നെ തിരിച്ചറിയാനാവാത്തതിൽ എനിക്ക് അമ്പരപ്പ് തോന്നി. ഒരാൾക്കെങ്കിലും സംശയം പോലും തോന്നിയില്ല എന്നത് എന്നെ നിസ്സഹായനാക്കി കളഞ്ഞു. അപ്പോഴേക്കും പോലീസ് എത്തി. അവർ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് സൗഹാർദ്ദ സ്വരത്തിൽ പറഞ്ഞു, സാറ് മദ്യം കഴിച്ചാണ് ബഹളമുണ്ടാക്കുന്നത്. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. ഞാൻ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ വരുന്നില്ല. അതിനിടയിൽ പോലീസ് സ്റ്റേജിൽ നിന്ന് എന്നെ തള്ളിയിറക്കി. എനിക്ക് പ്രതിഷേധിക്കാൻ പോലുമായില്ല. പോലീസുകാരെ സത്യം ബോധ്യപ്പെടുത്താനുമായില്ല. അവരുടെ മുൻപിൽ ഞാൻ മദ്യപാനിയും സ്ഥലം മാറി കയറിയവനുമാണ്. ഇനി ഒന്നും തിരുത്താനാവില്ല. പോലീസുകാരൻ എന്നോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയല്ല പെരുമാറുക. പക്ഷേ സാറിനെ കണ്ടാൽ ഒരു മാന്യനാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ പതിവ് രീതി പ്രയോഗിക്കുന്നില്ല. സാർ വേഗം സ്ഥലം വിട്ടാട്ടെ. അതിനിടയിൽ
പ്രാസംഗികൻ പ്രസംഗം അവസാനിപ്പിച്ച് സ്റ്റേജിൽ നിന്നിറങ്ങിയിരുന്നു. സദസ്സിൽ നിന്ന് ഉയർന്ന വലിയ കയ്യടി അയാളുടെ പ്രസംഗത്തിനുള്ള അംഗീകാരമായിരുന്നു. എനിക്ക് കർണശൂലവും. ഞാൻ കീഴടങ്ങിക്കഴിഞ്ഞു. ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും പറയാനുമില്ല. പിന്മടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഞാൻ ജോസഫിനെ ഫോണിൽ വിളിച്ചു. നിങ്ങൾ വിളിച്ചയാൾ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് മറുപടി കിട്ടിയത്. ഇന്നത്തെ ശകുനം ആകെ പിഴച്ചിരിക്കുന്നു. ഇവൻ എവിടെ പോയി കിടക്കുന്നു? വീണ്ടും ജോസഫിനെ വിളിച്ചു. അതേ മറുപടി തന്നെ. ഇനി കാത്തിരിക്കാൻ വയ്യ. എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തണം. ഞാൻ പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ചു. അതിൽ കയറി എനിക്ക് പോവാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു, വഴിയും. എനിക്ക് ഒന്നുറക്ക കരഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. എത്ര പെട്ടെന്നാണ് ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണിരിക്കുന്നത്, അതും കാരണം പോലും അറിയാതെ. എല്ലാവരാലും ആരാധിക്കപ്പെട്ടവനായിരുന്നു, എല്ലാവരാലും പുകഴ്ത്തപ്പെട്ടവനുമായിരുന്നു. എന്നാൽ ഇന്നിതാ വെറുമൊരു പുൽത്തലപ്പായി മറ്റുള്ളവർ നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ ഭ്രാന്തനോ മദ്യപാനിയോ ഒക്കെയായി മാറിയിരിക്കുന്നു. എൻ്റെ നിസ്സഹായത എന്നെ വീർപ്പുമുട്ടിച്ചു. എനിക്ക് എത്രയും വേഗം നിർമ്മലയുടെയും മക്കളുടെയും അടുത്തെത്തണം. നിർമ്മലയെ കെട്ടിപ്പിടിച്ച് ഇന്നത്തെ അപമാനത്തെക്കുറിച്ച് പറയണം. അവൾ എന്തായിരിക്കും മറുപടി പറയുക? വാഹനത്തിന് സ്പീഡ് പോരെന്ന് എനിക്ക് തോന്നി. ഞാൻ ഡ്രൈവറെ വഴക്ക് പറഞ്ഞിരിക്കണം. അയാൾ എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു. അയാൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് വിമാനമൊന്നുമല്ല, കാറാണ്. ഇതിലും കൂടുതൽ വേഗത്തിൽ പോയാൽ നിങ്ങൾ വീട്ടിലല്ല എത്തുക. അയാൾ പറഞ്ഞത് ശരിയാണ്. നല്ല വേഗത്തിൽ തന്നെയാണ് അയാൾ കാർ ഓടിക്കുന്നത്. എനിക്ക് തന്നെയാവും തെറ്റുപറ്റിയത്. ഒടുവിൽ കാർ എൻ്റെ വീടിന് മുൻപിലെത്തി. ഞാൻ ഡ്രൈവർ പറഞ്ഞ പണം കൊടുത്തു. ഒരു പക്ഷേ അത് കൂടുതലായിരിക്കാം. എന്നാൽ കൂലിയെക്കുറിച്ച് പിശകാനോ വഴക്കിടാനോ തോന്നിയില്ല. എനിക്ക് വേഗം നിർമ്മലയിലെത്തണം. എൻ്റെ എല്ലാ ശോകങ്ങളും കഴുകിക്കളയണം. വീട്ടിൽ വെളിച്ചമില്ല. സാധാരണ ഞാൻ പുറത്തു പോയാൽ വരുന്നതുവരെ പുറത്തെ വിളക്ക് തെളിഞ്ഞിരിക്കും. ഞാൻ ബെല്ലടിച്ചു. അകത്തുനിന്ന് യാതൊരു അനക്കവുമില്ല. എന്തൊരുറക്കം! ഇവർക്കൊന്നും ചെവി കേൾക്കില്ലേ? ഞാൻ രോഷത്തോടെ വാതിലിൽ മുട്ടി ബഹളമുണ്ടാക്കി. ആരാണ് വാതിൽ തല്ലിപ്പൊളിക്കുന്നത്? അതും ഈ അർദ്ധരാത്രിയിൽ? നിർമ്മലയുടെ ശബ്ദം തന്നെയാണ്. എനിക്ക് സമാധാനമായി. ഞാൻ പറഞ്ഞു, ഇത് ഞാനാണ് നിർമ്മലേ. ഞാൻ തെല്ല ആശ്വാസത്തോടെ പറഞ്ഞു. പെട്ടെന്ന് വാതിൽ ശബ്ദത്തോടെ തുറന്നു. നിർമ്മലയും മക്കളും എന്നെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. ഇത് ഞാനാണ് നിർമ്മലേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? നീ എന്താ അന്തം വിട്ട് നിൽക്കുന്നത്? അപ്പോൾ നിർമ്മല അമ്പരപ്പോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഞാനും. അവിടെ ഏതാ ഞാൻ നിൽക്കുന്നു. പ്രസംഗ പരിപാടിയിൽ തൊണ്ടയിൽ ഉയർന്ന കയ്പ് പുറത്തേക്ക് ഒഴുകി വന്നു. ഇനി എന്താണ് എനിക്ക് തെളിയിക്കാനുള്ളത്? ഒരു പക്ഷേ തെറ്റുപറ്റിയത് എനിക്ക് തന്നെ ആവാം. യഥാർത്ഥത്തിലുള്ള ഞാൻ ആ മനുഷ്യൻ തന്നെ ആയിരിക്കും. എനിക്കൊന്ന് ഉറക്ക കരഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. ഞാൻ നിസ്സഹായനായി തലകുനിച്ച് തിരിഞ്ഞു നടന്നു, ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ. കാരണം എൻ്റെ പോക്ക് പരിഹാസത്തോടെ എൻ്റെ ഭാര്യയും മക്കളും നോക്കി നിൽക്കുന്നത് കാണാനുള്ള കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല.